രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച സേനയായി കേരള പോലീസിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിൽ, ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിൽ എല്ലാം നല്ല മികവ് പുലർത്തുന്നുവെന്ന ഖ്യാതി നേരത്തെ നേടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന ഒട്ടേറെ ദുരന്തങ്ങൾ ഏറ്റവും ഒടുവിൽ രാജ്യം തന്നെ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തം. ഈ ദുരന്തങ്ങളിലെല്ലാം ജനരക്ഷാ പ്രവർത്തനങ്ങളിൽ അസാധാരണമായ പാടവത്തോടെ ഇടപെടാൻ കഴിയുന്നൊരു സേനയായി പോലീസ് സേന മാറിയിരിക്കുകയാണ്. സൈബർ കേസുകൾ ഇന്നത്തെ ആധുനിക കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ സൈബർ കേസുകൾ അതിവിദഗ്ധമായി തെളിയിക്കാനും വിദേശങ്ങളിൽ പോയി അടക്കം തെളിവെടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് കേരള പോലീസ് ഉയർന്നിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയെ നവീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല ഫലം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ നമ്മുടെ എല്ലാവരുടെയും അനുഭവം. നമ്മുടെ വയനാട് ദുരന്തത്തിൽ പോലീസ് സേനയുടെ മികവ് മറ്റ് സേനകളെല്ലാം അംഗീകരിച്ചൊരു കാര്യമാണ്. വയനാട് ദുരന്തത്തിലുണ്ടായൊരു പ്രത്യേകത, എല്ലാവരും അവിടെ എത്തപ്പെട്ട മുഴുവൻ സേനാ വിഭാഗങ്ങളും ഒന്നിനൊന്ന് മികവും അർപ്പണബോധവും കാണിച്ചുകൊണ്ടാണ് അവിടെ ഇടപെട്ടിരുന്നത് എന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ നമ്മുടെ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനത്തിൻ്റെ മികവിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടൊരു കാര്യം പറയുകയുണ്ടായി. അത് വയനാട്ടിലെ ദുരന്തമുഖം നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ. കുത്തിയൊഴുകുന്ന നദി, അതിനപ്പുറത്ത് കുറേ ആളുകൾ കുടുങ്ങിയിരിക്കുന്നു. ദുരന്തത്തിൻ്റെ ആദ്യ ഘട്ടമാണത്, ആദ്യ മണിക്കൂറുകളാണ്. അപ്പോൾ അപ്പുറത്തുള്ളവരെ ഇപ്പുറത്തെത്തിക്കണം, വേറെ മാർഗങ്ങളൊന്നുമില്ല. അതിന് ഒരു വടം കെട്ടണം. അപ്പോൾ ഇവിടെ എത്തിയ പോലീസ് സേനയിലെ ഒരു പോലീസ് സൂപ്രണ്ടാണ് ആ നദി കുറുകെ കടന്നുകൊണ്ട് അപ്പുറമെത്തിയത് എന്നും അത്തരമൊരു പ്രവർത്തനത്തിന്
നേതൃത്വം കൊടുത്തത് എന്നും ചീഫ് സെക്രട്ടറി എന്നോട് പറയുകയുണ്ടായി. വലിയ തോതിൽ നമ്മുടെ പൊതുശ്രദ്ധയിൽ വന്നൊരു കാര്യമായിരുന്നില്ല. പക്ഷേ വയനാട്ടിലുള്ളവർക്കറിയായിരുന്നു അത്. സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് ഈ സേനയിലെ എല്ലാവരും അവിടെ ഇടപെടുകയായിരുന്നു. ഏത് റാങ്ക് എന്ന് നോക്കിയല്ല, തന്നാലാകാവുന്നതെല്ലാം ചെയ്യുക, കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കുക. ഇതാണ് ദുരന്തമുഖത്ത് നാം കണ്ടത്. അവിടെ എത്തിപ്പെട്ട എല്ലാവരും, എല്ലാ സേനയും നല്ല മികവാണ് കാണിച്ചത്. ആ എത്തിപ്പെട്ടവരുടെ ആരുടെയും പിറകിലല്ലാത്ത മികവ് പോലീസ് സേനയ്ക്ക് കാണിക്കാൻ കഴിഞ്ഞു. ചില കാര്യങ്ങളിൽ അല്പം മുന്നിലാണോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രവർത്തനവും പോലീസ് സേനയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയും. ഇതെല്ലാം രാജ്യം അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇങ്ങനെയും ഒരു പോലീസ് സേനയോ എന്ന ഒരു മനസ്സിൽ നിന്നുള്ള സന്തോഷത്തോടെയുള്ള പ്രതികരണം ആളുകളിൽ നിന്നുണ്ടാകും. കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഇതിനെല്ലാം വഴിവെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ദുരന്തം പലയിടങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ. ഒരു ദുരന്തം നടന്ന സ്ഥലത്തെ അനുഭവം നാം കേട്ടതാണല്ലോ. ഒരു ഡ്രൈവർ ആ ദുരന്തത്തിന് ഇരയായപ്പോൾ സ്വാഭാവികമായും ആ ദുരന്ത സ്ഥലത്തേക്ക് ആളുകൾ എത്തിപ്പെടുന്നു. അപ്പോൾ ഇവിടെയുള്ളതല്ല, സംസ്ഥാനത്തിന് പുറത്തുള്ള വേറൊരു സംസ്ഥാനത്തിലെ പോലീസ് ഈ ചെന്ന ആളുകളോട് അല്ലെങ്കിൽ അവിടെയുള്ളവരോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഡ്രൈവർക്ക് ഇത്ര പ്രാധാന്യം അവിടെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ വരുന്നത്? നിങ്ങൾക്കോ ഈ കേരളത്തിലെ പോലീസ് സേനയിൽ ഏതെങ്കിലും ഒരു അംഗത്തിനോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല. കാരണം ഈ സമൂഹത്തിൻ്റെ പൊതുവായ പ്രതിബദ്ധതയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതൊരു ദുരന്തത്തിലും പെട്ടവരെ എങ്ങനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുക, ആവശ്യമായ നടപടികളെല്ലാം ചെയ്യുക. ആ ഒരു താല്പര്യത്തോടെയാണ് എല്ലാ ദുരന്തമുഖത്തും നമ്മുടെ പോലീസ് സേന ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പ്രത്യേകത എല്ലായിടങ്ങളിലും വന്നിട്ടില്ല എന്നതാണ് നേരത്തെ പറഞ്ഞ ചോദ്യത്തിനിടയാക്കിയത്.